കുമാരനെല്ലൂർ GLP സ്കൂൾ പ്രധാനാധ്യാപകനെതിരെ CPM നേതാവ് വർഗീയ പരാമർശം നടത്തിയതായി ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കാരമൂലയിൽ നടന്ന പരിപാടി DCC ജനറൽ സെക്രട്ടറി MT അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കുമാരനെല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാനാധ്യാപകനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വർഗീയ അധിക്ഷേപം നടത്തിയെന്നാരോപിച്ചാണ് കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാരമൂലയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും സമൂഹത്തിൽ വർഗീയ വിദ്വേഷം പരത്തുന്ന പ്രസ്താവനകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. യോഗം DCC ജനറൽ സെക്രട്ടറി MT അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. CPM നേതൃത്വത്തിൻ്റെ ഒത്താശയോടെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതെന്നും അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ RSS നിലപാടുകളെ പോലും കവച്ചുവെക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം വിദ്യാഭ്യാസ വകുപ്പ് CPM ഭരിച്ചതാണ്. സ്വാഭാവികമായിട്ട് ആ BRCയിലെ ആ ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിച്ചാൽ അവർ CPMകാരായിരിക്കും. കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ MDMAയുടെ വിൽപ്പന നടത്തി കോടികൾ സമ്പാദിക്കുന്നു. നിരവധിയായിട്ടുള്ള പാർട്ടി നേതാക്കളും പ്രവർത്തകരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലുകളിൽ ഇപ്പോൾ സ്ഥലമില്ല എന്നാണ് പറഞ്ഞത്. അത്രമാത്രം MDMAയുടെയും രാസലഹരിയുടെയും താവളമായിട്ട് കേരളത്തെ മാറ്റിയ ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. പക്ഷേ രമേശ് ചെന്നിത്തല അതിനൊക്കെ അടിച്ചൊതുക്കാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സംശയം വേണ്ട, ഇതുപോലുള്ള വർഗീയ പരാമർശം നടത്തുന്നവരെയും രമേശ് ചെന്നിത്തല വെറുതെ വിടുന്നില്ല. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സമാൻ ജാലുളി അധ്യക്ഷനായി. ശ്രീനിവാസൻ കാരാട്ട്, VN ജംനാസ്, P പ്രേമദാസൻ, EP ഉണ്ണികൃഷ്ണൻ, ജംഷിദ് ഒളകര, സാദിഖ് കുറ്റിപ്പറമ്പ്, PK മുസീർ, KP മുജീബ്, ശാന്താദേവി മൂത്തേടത്ത്, നിഷാദ് വീച്ചി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.